ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ഏകദിനം വിജയിച്ചുകൊണ്ട് 3 മത്സര ഏകദിന പരമ്പര ടീം ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുകയാണ്. സെഞ്ചുറി പ്രകടനവുമായി കാത്തിരുന്ന രോഹിത് ശർമ്മയുടെ തിരിച്ചുവരവും ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഇന്ന് മത്സരശേഷം പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിലെ രോഹിത് ശർമ്മയുടെ വാക്കുകളാണ് വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുൻപ് ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. ഇംഗ്ലണ്ട് ഉയർത്തിയ 305 റൺസ് വിജയലക്ഷ്യം ടീം ഇന്ത്യ 44.3 ഓവറിലാണ് മറികടന്നത്. 119 റൺസിന്റെ സെഞ്ചുറി പ്രകടനവുമായി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിച്ചപ്പോൾ 60 റൺസുമായി ശുഭ്മാൻ ഗില്ലും 44 റൺസുമായി ശ്രേയസ് അയ്യരും 41 റൺസുമായി അക്സർ പട്ടേലുമാണ് ടീം ഇന്ത്യയുടെ ചേസിംഗിൽ നിർണായക ബാറ്റിംഗ് പ്രകടനങ്ങൾ കാഴ്ചവെച്ചത്. 136 റൺസിന്റെ ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് ഇന്ന് ഗില്ലും രോഹിത്തും ചേർന്ന് ടീം ഇന്ത്യക്ക് സമ്മാനിച്ചത്. വലിയ വിജയലക്ഷ്യം നേരിട്ട ടീം ഇന്ത്യക്ക് വേണ്ടി ക്യാപ്റ്റൻ രോഹിത് ശർമ്മ തന്നെയാണ് ബാറ്റിംഗിൽ മുന്നിൽ നിന്ന് നയിച്ചത്. ഗില്ലിന്റെയും കോഹ്ലിയുടെയും വിക്കറ്റുകൾ പോയെങ്കിലും ടീം ഇന്ത്യയുടെ ചേസിംഗിന് വേഗത കുറയാതെ രോഹിത് ശർമ്മയാണ് സിക്സറുകളുമായി കളം നിറഞ്ഞത്. 90 പന്തുകളിൽ നിന്ന് 119 റൺസ് നേടിയ രോഹിത്തിന്റെ ഇന്നിംഗ്സിൽ 12 ഫോറുകളും 7 സിക്സറുകളുമാണ് ഉണ്ടായിരുന്നത്. പരമ്പര വിജയിച്ചതിന്റെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് തന്നെയാണ് പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ രോഹിത് ശർമ്മ സംസാരിച്ചത്. രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗ് ദുഷ്കരമാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും അനായാസം ബാറ്റിലേക്ക് പന്ത് എത്തുന്നുണ്ടായിരുന്നു. പിച്ചിന്റെ സ്ലോനെസ് തങ്ങൾക്ക് ബാറ്റിംഗിൽ നിന്ന് മുതലാക്കാനായി സാധിച്ചു. തീർച്ചയായിട്ടും 300-ന് മുകളിൽ ഒരു ടാർഗറ്റിലേക്ക് തങ്ങൾ ബാറ്റ് ചെയ്യുമ്പോൾ ഓപ്പണിംഗ് വിക്കറ്റ് പാർട്ണർഷിപ്പ് നിർണായകമായിരുന്നു. ഗില്ലിനൊപ്പം മികച്ച പാർട്ണർഷിപ്പ് നേടാനായി സാധിച്ചത് തങ്ങൾക്ക് ഗുണമായി മാറിയെന്നും ഇംഗ്ലണ്ടിനെ ആദ്യ വിക്കറ്റിൽ തന്നെ സമ്മർദ്ദത്തിലാക്കാനായി സാധിച്ചുവെന്നുമാണ് രോഹിത് ആദ്യം പറഞ്ഞത്. ആദ്യ വിക്കറ്റിലെ ഈ ഒരു അഡ്വാൻറ്റേജ് പിന്നെ തങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ശ്രമിച്ചത്. ശ്രേയസ് അയ്യരും അക്സർ പട്ടേലും മികച്ച രീതിയിൽ തന്നെയാണ് പിന്നീട് ബാറ്റിംഗ് കൈകാര്യം ചെയ്തത്. ബൌളിംഗിൽ ജഡേജയുടെ പ്രകടനത്തെ പിന്തുണച്ച രോഹിത്തിനോട് തന്റെ വ്യക്തിഗത പ്രകടനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ള ചോദ്യവും പോസ്റ്റ് മാച്ച് പ്രസന്റേഷനിൽ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും സെഞ്ചുറി പ്രകടനത്തോടുകൂടി തിരിച്ചു വരാനായി സാധിച്ചതിലേറെ സന്തോഷവാനാണ് താനെന്നാണ് രോഹിത് പ്രതികരിച്ചത്. ഇനിയും മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാനായി തനിക്ക് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഉള്ളിലുണ്ട്. തീർച്ചയായിട്ടും ചാമ്പ്യൻസ് ട്രോഫിക്ക് മുന്നോടിയായിട്ടുള്ള ഏറ്റവും മികച്ച തയ്യാറെടുപ്പുകൾ തന്നെയാണ് തങ്ങൾ നടത്തുന്നത്. എല്ലാ താരങ്ങളും മികച്ച രീതിയിൽ തന്നെയാണ് തയ്യാറെടുപ്പുകൾ നടത്തുന്നത് എന്നും താനും എല്ലായ്പ്പോഴും അതിന്റെ ഭാഗമാണെന്നുമാണ് രോഹിത് പറഞ്ഞ് അവസാനിപ്പിച്ചത്. തീർച്ചയായിട്ടും വിമർശകർക്കുള്ള ഒരു മറുപടി തന്നെയാണ് വെറും ഒറ്റ ഇന്നിംഗ്സിലൂടെ രോഹിത് ഇന്ന് കാഴ്ചവെച്ചത്. രോഹിത്തിന്റെ വിരമിക്കലിനുൾപ്പെടെ അലമുറ കൂട്ടിയിരുന്ന മുൻ താരങ്ങൾക്കുൾപ്പെടെ സെഞ്ചുറി നേടിയ ഇന്നിംഗ്സുമായി തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം മറുപടി കൊടുത്തിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. പുതിയ ക്രിക്കറ്റ് അപ്ഡേറ്റുകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക.